പുളി ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന മലേഷ്യൻ ഡിഷായ സാമ്പാറാണ്. സിമ്പിളായിട്ട് നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിന് ഒന്നും ആവശ്യമില്ല, കൂടുതലായിട്ടുള്ള ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മളെ പിരിയമുളകില്ലേ, പിരിയമുളക് എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി. അത് നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മൾ നല്ലോണം വേവിച്ചിട്ട് അതിൻ്റെ അരിയൊക്കെ കളയാൻ, അതിൻ്റെ സീഡൊക്കെ കളഞ്ഞ് പിന്നെ ഒന്നും കൂടി ആ സീഡ് കുറച്ചും കൂടി പോവണം, ഒന്നും കൂടി വെള്ളത്തിലിട്ടിട്ട് കഴുകാൻ വേണ്ടി. ഓക്കെ, അപ്പം മുളക് റെഡിയായി. പിന്നെ വേണത് ഒരു കുടം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, പിന്നെ 2 സവാളയാണ് കേട്ടോ. അത് നേർമയായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല, നല്ല തിക്കായിട്ട് തന്നെ അരിഞ്ഞോളൂ. നമ്മൾ ജ്യൂസിലിട്ട് അടിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജ്യൂസിലേക്ക് എടുത്തിടാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് വേണം അടിച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല പോലെ ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾക്ക് ഒരു പാനിലേക്ക് ഒഴിക്കണം. ഓക്കെ, ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഇന്ന ഓയിലൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ വേണം, കാരണം എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെയാണ് ഇതിൻ്റെ കണക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ. ഓക്കെ, ഫുള്ളായിട്ട് ഇതിലൊരു പൊടിയും ബാക്കി വെക്കാതെ നമ്മൾക്ക് ഇതിലേക്ക് എടുത്തിടാം. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഊറ്റി കളയാം. ഓക്കെ, മോളാണ് കേട്ടോ, തൽക്കാലം മോള് ആക്കുന്നുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്, സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി ഓക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ്, അതിനാണ് അവൾ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ല പോലെ നമ്മൾക്കിത് ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുക്കാനുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം മൂടി വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. പിന്നെ അലുമിനിയത്തിലൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ആക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതാകുമ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ നമ്മൾക്ക് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ, 1/4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ, ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അടിയിലൊന്നും അങ്ങനെ പിടിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് മൊത്തം തെറിക്കൂട്ടാ, കണ്ടില്ലേ? മൊത്തം എൻ്റെ ഗ്യാസ് സ്റ്റവ് ഫുള്ള് കച്ചറയായി കിടക്കിയെന്ന്, ഇത് ഫുള്ള് തെറിക്കും. അതുകൊണ്ട് നല്ല സേഫ്റ്റി ആയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം അതവിടുന്ന് ആവട്ടെ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുള്ള പുളിയാണ് അതെടുത്ത്. ഓക്കെ, അത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാം. ഓക്കെ, അത് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ലോണം ഓയിൽ തെളിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇത് നല്ല പോലെ നമ്മൾക്ക് ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഓക്കെ, നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ മുളക് വേവലോട് കൂടിയിട്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ല്, പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. ചില ആളില്ല, അരച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഉണക്ക ചെമ്മീനൊക്കെ ഇട്ടിട്ട് അരക്കാറുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടും നല്ല പോലെ നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലാക്കാൻ മടിയില്ലവർക്കാണെങ്കിൽ കോക്കനട്ട് പൗഡർ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പം നല്ല കട്ടിയിൽ നമ്മൾക്കതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സാമ്പാർ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ്, സാമ്പാറല്ല സാമ്പാൽ എന്നാ പറയലിട്ട, മലേഷ്യൻ ഡിഷാണ്. ഓക്കെ, മലേഷ്യൻ്റെ കറിയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് കുറച്ച് സമയം കൂടി വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിലേക്ക് മെയിനായിട്ട് ഇടുന്ന സാധനമാണ് മുട്ട. ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ 5ഓ 6ഓ എത്ര മുട്ടയിൽ വേണമെങ്കിൽ ആക്കാം. മുട്ട അല്ലെങ്കിൽ ചെമ്മീനിലും ആക്കാം. പൊതുവെ എല്ലാവരും ചെമ്മീനിലാക്കൽ. എൻ്റെ മോൾക്ക് ഇത് സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇഷ്ടം മുട്ടയിലാണ് കേട്ടോ. ഓക്കെ, ഞാൻ ചെമ്മീനും ഇടും മുട്ടയും ഇടാറുണ്ട് കേട്ടോ. ഞാൻ ആക്കുമ്പം രണ്ടും കൂടി ഇടാറുണ്ട്. ഇവൾക്ക് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മുട്ടയിലാക്കുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ചെമ്മീൻ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കുരുമുളക് പൊടി ഇട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ
പച്ചമുളകോ പിന്നെ ഉള്ളി കൊത്തിയരിഞ്ഞതോ ഒക്കെ ഇട്ടിട്ട് ആക്കാട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ കുറച്ചായിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്യണ്ടല്ലേ. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾക്കിതൊന്ന് മുട്ട ഓംലേറ്റ് ആക്കിയെടുക്കണം കേട്ടോ. ചെറിയ എല്ലാം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഇല്ലും. വലിയ പാനാണെങ്കിൽ നമുക്ക് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ട് ആക്കാം. അപ്പോൾ ഞാൻ ഇത് കുറച്ചായിട്ടാണ് ഞാനിത് ആക്കുന്നത്. ഇത് കറിയിലിടാനല്ലേ. അപ്പം നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ 4 മുട്ടയാണ് ഉണ്ടാക്കിയിട്ടിട്ട് ഓംലേറ്റാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 4 ചെറിയ സൈസാണ് കേട്ടോ. വലിയ സൈസാണെങ്കിൽ നിങ്ങൾക്ക് 1 or 2 മതിയാവും കേട്ടോ. ഓക്കെ, അപ്പം ഇതെന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് തേങ്ങച്ചോറാണ് നല്ലത്. തേങ്ങച്ചോറില്ലേ, തേങ്ങച്ചോറ് നല്ല രസമുണ്ടാവും. തേങ്ങാപ്പാലിൽ വെക്കുന്ന ചോറ് നല്ല രസമാണ്. അതാണ് ഇതിന് കൂട്ടണം. അതിനെ പറയൽ നാസിലാമാന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ മുട്ട എല്ലാം കട്ട് ചെയ്യുന്നുണ്ടേ. കട്ട് ചെയ്തിട്ട് നമ്മൾക്കിത് സാമ്പാറിലിട്ട് കൊടുക്കണം. അതിന് മുമ്പേ നമ്മൾക്ക് ഇട്ട് കൊടുക്കാനില്ല. ഒരു കഷ്ണം ചെറിയ കഷ്ണം നമ്മുടെ വെല്ലമില്ലേ, ആ ഒരു എരിവും ഉപ്പും മധുരവും എല്ലാം കൂടിയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന് വരാൻ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെല്ലം ഇട്ട് കൊടുത്തത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം, ഓംലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഇളക്കാം. നിങ്ങൾക്ക് അടുത്ത് ഒന്നും ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് അത് ടേസ്റ്റി ആയിട്ടുള്ള സാധനം എത്ര ചോറ് കഴിച്ചെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ. അത്രയും നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് സാധാ ചോറിൻ്റെ കൂടെ പറ്റില്ല കേട്ടോ. ഇത് കൂടുതലായിട്ട് ഒന്നെങ്കിൽ ഗീ റൈസ് ആകണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ തേങ്ങച്ചോറില്ലേ അതിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങച്ചോറല്ല കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഗീ റൈസാണ് കേട്ടോ. നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തേങ്ങച്ചോറിനാണോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഗീ റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് പിന്നെ ഓംലേറ്റ് ഇട്ടിട്ടുള്ള നമ്മളെ കറി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ മറക്കൂല. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. ഓക്കെ, ചൂട് ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഇത് മലേഷ്യൻ ഡിഷാണ് കേട്ടോ. മലേഷ്യൻ ഡിഷാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇത് തിന്ന് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പുളി ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി അത്രയും ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.